ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും എവിടെന്നായിട്ടാണ് ഈ വന്നേക്കണേ. അപ്പോൾ നമ്മളിവിടുന്ന് ബലൂൺ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വന്നേക്കുന്നത്. പാർട്ട് 1ഉം പാർട്ട് 2ഉം പാർട്ട് 3 നമ്മുടെ ചാനലിൽ ഇട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത് പാർട്ട് 4 ആണ് ഗൈസ്. ഇവരെയും കൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇവർ വരിയായിട്ട് പോകുന്നുണ്ട്. നമ്മൾ ഈ കുട്ടിയുടെ പുറകെ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് കണ്ണ് കാണില്ല, അതുകൊണ്ടാണ് ഗൈസ് നമ്മൾ ഈ കുട്ടിയുടെ പുറകെ പോകുന്നത്. എങ്ങനെയും ഒന്ന് എസ്കേപ്പ് ആവണം. ഓക്കെ, ആ കുട്ടി നടുക്ക് കയറിയിട്ടുണ്ട്. ഇനി സീനില്ല ഗൈസ്. ഇവർ തുണി കൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. കാരണം തുണി വെച്ചാണ് ഗൈസ് നമ്മുടെ ഈ ബലൂൺ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ ഗൈസ്, അമ്മച്ചി പുറകെ വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നണേ. അമ്മച്ചി ഇപ്പോൾ വരാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നണത് ഗൈസ്. അമ്മച്ചി വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കളി നടക്കില്ലല്ലോ. ഓക്കെ, നോക്കട്ടെ ഗൈസ്. ഇവിടെ ഒരു വാൻ നിർത്തിയിട്ടുണ്ടല്ലോ. ഇത് നമ്മുടെ അമ്മച്ചിയുടെ വാനല്ല ഗൈസ്. അമ്മച്ചിയുടെ വാൻ എന്താണ് ഇവിടെ കൊണ്ട് നിർത്തിയിട്ടാണ്. ഓ ഗൈസ് നമ്മുടെ അതിൻ്റെ ഉള്ളിൽ മറ്റേ പുള്ളിയാണ്. നമുക്ക് ആ മാപ്പ് വന്നില്ലേ, ആ പുള്ളിയാണ് അതിൻ്റെ ഉള്ളിൽ. എനിക്ക് തോന്നുന്നു അമ്മച്ചി വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ പുള്ളി വാനോട് നിർത്തിയിട്ടാണ്. ഓക്കെ ഗൈസ്, കണ്ടോ ഗൈസ്, ഈ വാനിവിടെ നിർത്തിയിട്ടേക്കാണ് പുള്ളി. ഗൈസ്, ഏതോ ഒരു കുട്ടി കരയുന്നുണ്ട് ഗൈസ്. അതേത് കുട്ടിയാണ്? ഓ ഗൈസ്, ഈ കണ്ണ് കാണാൻ പറ്റില്ലാത്ത കുട്ടി അങ്ങണ്ടാന്ന് കരയണ്. ഓ ഗൈസ്, ഇത് കണ്ടോ, ഈ പുള്ളിക്ക് ഒരു കാലില്ല. പുള്ളിക്കാരൻ വണ്ടി അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അമ്മച്ചി വരാണ്ട് അവിടെ വണ്ടി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, ഈ കുട്ടി അടക്കം കരയുന്നുണ്ട് ഗൈസ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കുട്ടി അടക്കം കരയുന്നുണ്ട്. എന്തായാലും നമുക്ക് ഗൈസ് നമ്മുടെ മാസ്കിനൊരു പവറുണ്ട് ഗൈസ്. നമുക്ക് ഇവിടുന്ന് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ ഈ മാസ്ക് അങ്ങ് എടുത്താൽ മതി ഗൈസ്. അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നമുക്കെന്തായാലും അപ്പുറത്തേക്ക് പോകണം. അപ്പുറത്ത് പോയിട്ട് നമുക്ക് കുറച്ച് സെറ്റാക്കാനുണ്ട് ഗൈസ്. ഓക്കെ, ഹിയർ വി ഗോ. പൊക്കോ. ഓക്കെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് താഴെ പോയിട്ട് ഇനി നമുക്ക് 2 ഇതെടുക്കാനുണ്ട്. എന്നിട്ടായിരുന്നു ഗൈസ് മറ്റേ സംഭവം, 2 ഫ്യൂവൽ ടാങ്ക് എടുക്കാനുണ്ട് ഗൈസ്. ഓക്കെ, ഒരു ഫ്യൂവൽ ടാങ്ക് നമ്മളെന്തായാലും എടുത്തിട്ടുണ്ട് ഗൈസ്. അമ്മച്ചി വന്നു കഴിഞ്ഞാൽ തീർന്ന്. അമ്മച്ചി വരില്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഒരു ഫ്യൂവൽ ടാങ്ക് എന്തായാലും നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് ഈ ഫ്യൂവൽ ടാങ്ക് അവിടെ കൊണ്ടുവന്ന് വെക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ബലൂൺ പറത്താൻ പറ്റുള്ളൂ ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും അപ്പുറത്തേക്ക് പോവാം. ഓക്കെ, പൊക്കോ അപ്പുറത്തേക്ക് പോകണം. ഓ, ഇതൊന്ന് കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടാണല്ലോ ഗൈസ്. ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഗൈസ്, ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, എടാ ഗൈസ്, അമ്മച്ചി വന്ന് അമ്മച്ചി വന്നൊരു മ്യൂസിക് പോലും ഞാൻ കേട്ടില്ല ഗൈസ്. ഇതെന്താണ് ഗൈസ്? ഓക്കെ, ഡേ 2 ഗൈസ്, അമ്മച്ചി വന്ന സൗണ്ട് പോലും ഞാൻ കേട്ടില്ല ഗൈസ്. ഗൈസ്, നമ്മളിവിടെ നിന്ന് എങ്ങനെയും എസ്കേപ്പ് ആവും ഗൈസ്. ഇവിടുന്ന് എങ്ങനെയും എസ്കേപ്പ് ആവും. അമ്മച്ചി എവിടെയാണെന്ന് എനിക്കറിയില്ല. നമ്മളെന്തായാലും വെക്കുന്നോടൊന്ന് പോവാണ്. ഓക്കെ ഗൈസ്, അമ്മച്ചി താഴെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതും അറിയില്ല. താഴെ ഇല്ല എന്നാണ് എനിക്ക് തോന്നണേ. താഴെ ഇല്ല ഗൈസ്. നമുക്ക് എന്തായാലും ഈ പ്രാവശ്യം എന്തായാലും നമ്മുടെ ഫ്യൂവൽ ടാങ്ക് കൂടി ഇരിപ്പുണ്ട്. നമ്മുടെ മാസ്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഓ ഗൈസ്, നമ്മുടെ മാസ്കിൻ്റെ പവർ കുറയുന്നുണ്ട് ഗൈസ്. നമ്മൾ ഓരോ പവർ യൂസ് ചെയ്യുമ്പോഴും പവർ കുറഞ്ഞ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ആ മാസ്കിൽ നോക്കിയാൽ കാണാൻ പറ്റും. കളറ് വ്യത്യാസം വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൈസ്. ഓ ഗൈസ്, നമ്മുടെ പിള്ളേർ ഇവിടെ എല്ലാം സെറ്റാക്കി. തുണികളെല്ലാം വെച്ച് ബലൂൺ സെറ്റാക്കി ഗൈസ്. പിള്ളേർ ഇവിടെ സെറ്റാക്കി. ഗൈസ്. ഓ ഗൈസ്, നമ്മളൊരു ഫ്യൂവൽ ടാങ്ക് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഒരു ഫ്യൂവൽ ടാങ്ക് കൂടി പോയി എടുത്തുകൊണ്ട് തന്നെ ഗൈസ്. ഓ ഗൈസ്, അവരിവിടെ ഈ ബലൂൺ ഉണ്ടാക്കിയിട്ട് പറ്റില്ലാണ്ട് ഇവിടെ ഇരിക്കുകയാണ് ഗൈസ്. ഒന്നാമത്തെ പറ്റില്ലാണ്ടാണ് അവർ അവിടെ നിന്ന് വന്നത്. ഇപ്പോൾ ഒരു പറ്റില്ലാണ്ട് ഇവിടെ ഇരിക്കുകയാണ്. പിള്ളേരെന്തായാലും സേഫാണ് ഗൈസ്. കാരണം അമ്മച്ചും കൂടി വരില്ല. വാൻ ഇവിടെ നിർത്തിയിട്ടതുകൊണ്ട് അമ്മച്ചും കൂടി വരാൻ ചാൻസ് ഇല്ല ഗൈസ്. നമുക്കാണ് കുറച്ചും കൂടി സീന്. ഓക്കെ, നമ്മൾ അപ്പുറം എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്കിനി ഇവിടുന്ന് നേരെ താഴെ പോയി അടുത്തൊരു ഫ്യൂവൽ ടാങ്കും കൂടി ഉണ്ട്, അതും കൂടി എടുത്തുകൊണ്ട് വരണം. അടിപൊളി ഗൈസ്, നമ്മുടെ ലോണ്ടറി ഡോറ് ലോക്കായി ഗൈസ്. എടാ, ഇത് എന്ത് തേങ്ങയാടാ. ഓ ഗൈസ്, നമ്മളെങ്ങാണ്ട് ഡെഡായി കഴിയുമ്പോൾ അത് തനിയെ ലോക്കാവും. നമ്മളിനി നമ്മുടെ റൂമിൽ പോയിട്ട് അവിടെ നിന്ന് അണ്ടർഗ്രൗണ്ട് വഴി പോയിട്ട് വേണം നമുക്കിനി തുറക്കണമെങ്കിൽ. തേങ്ങ ഗൈസ്, ഇത് ഭയങ്കര അവസ്ഥയാണ് ഗൈസ്. അമ്മച്ചി എവിടെയാണെന്ന് എനിക്കറിയില്ല ഗൈസ്. മിക്കവാറും ഇനി നമ്മൾ മേളിൽ പോയിട്ട് സൗണ്ട് ഉണ്ടാക്കണ മീൻ ഇടേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നണേ.
എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, വുഡ് പ്ലാങ്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ താഴെ വഴി പോവാം ഗൈസ്. ഓക്കെ, നമുക്കിനി ഒരു ഫ്യൂവൽ ടാങ്കും കൂടി വെച്ചാൽ മതി. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കെന്തായാലും താഴത്തേക്ക് പോവാം ഗൈസ്. താഴെയൊന്നും അമ്മച്ചി ഇല്ല എന്നാണ് എനിക്ക് തോന്നണത്. ഇല്ല ഗൈസ്, താഴെ അമ്മച്ചി ഇല്ല ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത ഫ്യൂവൽ ടാങ്കും കൂടി എടുക്കാം. ഓക്കെ, അടുത്ത ഫ്യൂവൽ ടാങ്കും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി അവിടെ നമ്മൾ കൊണ്ട് വെക്കണം ഗൈസ്. ഇതും കൂടി കൊണ്ട് വെച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നണത് ഗൈസ്. ഓ ഗൈസ്, നമ്മളിവിടെ അടിച്ച കോഡ് അതുപോലെ തന്നെ എടുപ്പുണ്ട്. ഓക്കെ ഗൈസ്, ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അമ്മച്ചി ഇവിടെ ഉണ്ടോ നോക്കട്ടെ ഗൈസ്. ഓക്കെ, അമ്മച്ചിനെ കാണാനില്ല. അമ്മച്ചി ഇവിടെ ഇല്ല എന്നാണ് ഗൈസ് എനിക്ക് തോന്നണത്. ഓക്കെ, നമുക്ക് വേഗം പോകണം. മിക്കവാറും അമ്മച്ചി പുറകെ വരും ഗൈസ്. അമ്മച്ചി വരുമ്പോൾ സൗണ്ട് കേൾക്കുന്നില്ല ഗൈസ്, അതെന്താണെന്ന് എനിക്കറിയില്ല. ഓക്കെ, എടാ വേഗം പോടാ, അമ്മച്ചി പുറകെ വന്നു കഴിഞ്ഞാൽ തീരും. ഓക്കെ ഗൈസ്, ഇത് കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടാണ് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളിത് എവിടെയാണ്? ഗൈസ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫൈനലി രണ്ടാമത്തെ ഫ്യൂവൽ ടാങ്കും കൂടി വെക്കാൻ പോവാണ് ഗൈസ്. പിള്ളേർക്കൊന്നും പറ്റില്ല ഗൈസ്, അവരൊക്കെ ക്ഷീണിച്ച് കുത്തിരിക്കുകയാണ്. കണ്ട പിള്ളേരൊക്കെ അവിടെ ഇരിക്കണുണ്ട് ഗൈസ്. ഗൈസ്, നമുക്ക് ഇനി തീ വേണം ഗൈസ്. തീ എവിടെ ഉള്ളതെന്ന് ഞാൻ പറയാം. നമ്മുടെ അമ്മച്ചിയുടെ ഒരു റൂമില്ല ഗൈസ്. നമ്മുടെ അമ്മച്ചി പൂജ ചെയ്യുന്ന ഒരു റൂമുണ്ട്. ആ റൂമിനകത്ത് അമ്മച്ചി മറ്റേ തീ എത്തിച്ചിട്ടുണ്ട് ഗൈസ്. അവിടെ പോയിട്ട് നമുക്ക് അമ്മച്ചിയുടെ അവിടെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. കാണിച്ചു തന്നാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഞാൻ കാണിച്ചു തരാം ഗൈസ്. അമ്മച്ചി ഈ വഴി വന്നു കഴിഞ്ഞാൽ പണി പാളും ഗൈസ്. അമ്മച്ചിനെ ഇതുവരെയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അമ്മച്ചി എവിടെയാണെന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാം ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാം എന്തായാലും. അമ്മച്ചി എവിടെ നിന്നാണ് വന്നേന്ന് പറയാൻ പറ്റില്ല. നോക്കട്ടെ ഗൈസ്, നോക്കട്ടെ. അമ്മച്ചിനെ കാണാനില്ല ഗൈസ്. അമ്മച്ചി ഇത് എവിടെ ഗൈസ്? അമ്മച്ചിനെ കാണാനില്ല. ഇനി അമ്മച്ചി നാട് കിട്ടുക. അമ്മച്ചി എവിടെ ഗൈസ്? നമ്മുടെ എവിടെണ്ണമ്മച്ചി മിസ്സിങ് ആണ്. കണ്ടു കിട്ടുന്നവർ എത്രയും വേഗം എന്നെ കോണ്ടാക്ട് ചെയ്യണമെന്ന് ഞാൻ അറിയിച്ചു കൊള്ളുന്നു ഗൈസ്. എവിടെണ്ണമ്മച്ചിനെ കാണാനില്ല. എടാ ഗൈസ്, എവിടെണ്ണമ്മച്ചി എവിടെ? ഇവിടുന്ന് എല്ലാ പിള്ളേരും നമ്മൾ കടത്തിക്കൊണ്ട് പോയതിൽ അമ്മച്ചി ദുഃഖിച്ചിരിക്കുകയാണോ ഗൈസ്? അറിയാൻ പാടില്ല. എവിടെയാണ് എവിടെണ്ണമ്മച്ചിനെ കാണാനില്ല. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ എനിക്ക് ഭയമാണ് ഗൈസ്. കാരണം നമ്മൾ ഏകദേശം എസ്കേപ്പ് ആവാറായ ഒരു ഇതിലെത്തി. അവസാന നിമിഷത്തിലായിരിക്കും പണി പാളുന്നത് ഗൈസ്. എവിടെണ്ണമ്മച്ചിനെ കാണാനില്ല. നമുക്ക് ഗൈസ് ഇവിടെയാണ് നമ്മുടെ പരിപാടി നടക്കുന്നത്. അയ്യോ പിടിക്കല്ലേ ഗൈസ്. എവിടെണ്ണമ്മച്ചി നമ്മളെ കണ്ടില്ല ഗൈസ്. എവിടെണ്ണമ്മച്ചി ആ പൂജ ചെയ്യുന്ന സ്ഥലത്തുണ്ട് ഗൈസ്. ഇനി നമ്മൾ അവിടെ പോയി എങ്ങനെ നമ്മൾ ആ മറ്റേ തീ എടുക്കും ഗൈസ്? അത് കുറച്ച് ടഫായി പോയല്ലോ. നമ്മളവിടെ വരുമെന്നുള്ളൊരു സൂചന കിട്ടിയിട്ടായിരിക്കും അമ്മച്ചി അവിടെ പോയി നിൽക്കണേ. അതും വാതിൽ തുറന്നിട്ടുകൊണ്ടാണ് അമ്മച്ചി അവിടെ പോയി നിൽക്കണേ ഗൈസ്. ഇനി നമ്മളവിടെ നിന്ന് എങ്ങനെ തീയെടുക്കും? ഗൈസ്, നമ്മളെങ്ങനെ തീയെടുക്കുമായിരുന്നു ഗൈസ്? എനിക്കൊരു ഐഡിയ ഉണ്ട് ഗൈസ്. നമുക്ക് മേളിൽ പോയിട്ട് ആ സൗണ്ട് ഉണ്ടാക്കണ മീനിടാം ഗൈസ്. അതല്ലാണ്ട് വേറൊരു വഴി എനിക്ക് കാണുന്നില്ല. ഓക്കെ, നമുക്കെന്തായാലും അതാണ് ഗൈസ് ഇനി വഴിയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് തീ എടുക്കാൻ പറ്റില്ല അവിടെ നിന്ന്. ഇതല്ലേ നമ്മൾ സൗണ്ട് ഉണ്ടാക്കണം മീൻ. ഓക്കെ, ഇതിവിടെ കിടന്ന് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ അമ്മച്ചി മേളിൽ കയറി വരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ നിൽക്കാം. അമ്മച്ചി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് വയ്യ, നമുക്ക് താഴെ പോയിട്ട് തീ എടുത്തുകൊണ്ട് പോകാം ഗൈസ്. നോക്കട്ടെ. ഗൈസ്, അമ്മച്ചി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഗൈസ്, അമ്മച്ചി വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കട്ടെ ഗൈസ്, നോക്കട്ടെ. അമ്മച്ചി വരുന്നുണ്ട്. ഗൈസ്, ഇതേ പോണു. ഗൈസ്, അമ്മച്ചി നമ്മളെ കണ്ട്. ഗൈസ്, നമ്മളിതിൻ്റെ ഉള്ളിൽ കയറി ഒളിച്ചു നിന്നേ. അമ്മച്ചി വന്നു ഗൈസ്. അമ്മച്ചി ഗൈസ്, അമ്മച്ചിയുടെ കയ്യിൽ ഇരിക്കണ വടി എന്താണ്? കല്ലും കൊണ്ട് ഉണ്ടാക്കിയ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു. ഗൈസ്, അമ്മച്ചി അവിടെ നിൽക്കുവാണ്. അമ്മച്ചി പോയി. അമ്മച്ചി പോയി. ഗൈസ്, അമ്മച്ചി അങ്ങോട്ട് പോയിട്ടുണ്ട്. അമ്മച്ചി അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്ക് പയ്യെ ഈ വഴി താഴത്തേക്ക് പോകാം ഗൈസ്. അങ്ങനെ നമ്മൾ ഫൈനലി ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ പോവുകയാണ്. നമ്മളങ്ങനെ മാക്സിമം എല്ലാ എസ്കേപ്പും കംപ്ലീറ്റ് ആക്കാൻ പോവാണ്. നമ്മൾ ലാസ്റ്റത്തെ എസ്കേപ്പാണ് ബലൂൺ എസ്കേപ്പ്. അത് നമ്മൾ ഒറ്റയ്ക്കല്ല എസ്കേപ്പ് ആവുന്നത്. ഇവിടുത്തെ എല്ലാ പിള്ളേരെയും കൂട്ടിക്കൊണ്ടാണ് നമ്മൾ എസ്കേപ്പ് ആവുന്നത് ഗൈസ്. പിന്നെ ഒരു കാലില്ലാത്ത ഒരാളെ കണ്ടില്ല ഗൈസ്.
കണ്ടോ ഇങ്ങനെയാണ് ഗൈസ് നമ്മൾ തീ കത്തിക്കുന്നത്. ഓക്കെ, ഈ തീ കെടുന്നതിന് മുമ്പ് നമുക്കത് അവിടെ കൊണ്ട് കത്തിക്കണം ഗൈസ്, അല്ലെങ്കിൽ പണി വാളും ഗൈസ്. പിന്നെ നമ്മളൊരു കാലില്ലാത്ത ഒരാളെ കണ്ടില്ലേ, ആളെ എനിക്ക് തോന്നുന്നു ആ ആളുടെ കാല് വെട്ടിക്കളഞ്ഞത് നമ്മുടെ അമ്മച്ചാന്നാണ് എനിക്ക് തോന്നണത് ഗൈസ്. അങ്ങനെ അവനാണ് ചാൻസ് കൂടുതലും, കാരണം പുള്ളിയും കൂടി നമ്മുടെ കൂടെ രക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം അല്ല, പുള്ളിയാണ് നമുക്ക് ഈ സംഭവമൊക്കെ പറഞ്ഞു തന്നത്. ഇങ്ങനൊരു കുട്ടിയുണ്ട്, അവൻ്റെ ഇതുകൊണ്ട് കൊടുത്താൽ മതി, നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്നൊക്കെ പുള്ളിയാണ് പറഞ്ഞത്. ഓക്കെ ഗൈസ് അങ്ങനെ ഫൈനലി നമ്മളിവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ പോകണം ഗൈസ്. നമ്മുടെ ബലൂൺ ഇവിടെ എന്തായാലും സെറ്റായിട്ടുണ്ട് ഗൈസ്. നമ്മുടെ പിള്ളേരെല്ലാം ഇവിടെ നിൽക്കുന്നുണ്ട്, പിള്ളേരെല്ലാം എണിച്ചു ഗൈസ്. അവർക്ക് തീരെ വയ്യ, അവരെല്ലാവരും എണിച്ചിട്ടുണ്ട് എന്തായാലും. ഗൈസ് നമ്മുടെ ഈ കൂട്ടത്തിലൊരു കണ്ണ് കാണില്ലാത്ത കുട്ടിയില്ലേ, ഗൈസ് ഇവൻ ഭയങ്കര കരച്ചിലാണ് ഗൈസ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, മിക്കവാറും ഇവൻ്റെ അമ്മേനെ കാണാത്തതുകൊണ്ടൊക്കെ ആയിരിക്കാം ഗൈസ്. കാരണം ഈ കുട്ടിക്ക് കണ്ണ് കാണാൻ പറ്റില്ല, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഈ കുട്ടിക്കുണ്ട് ഗൈസ്. നമ്മുടെ മറ്റേ കാല് വാഴാത്ത പുള്ളി, പിന്നെ നമ്മുടെ മറ്റേ സ്പെഷ്യലായിട്ടുള്ളൊരു കുട്ടിയില്ലേ ഗൈസ്, ആ കണ്ണാട വെച്ച, അവനും കൂടി എല്ലാ പിള്ളേരെയും ഇതിനകത്തേക്ക് കയറ്റുവാണ് ഗൈസ്. നമുക്ക് അവസാനം കയറാം. ഓക്കെ, നമ്മളെല്ലാ കുട്ടികളെയും കയറ്റിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മളിവിടുന്ന് എസ്കേപ്പ് ആവുകയാണ്. ഓക്കെ, ഇതെന്താണ് ഇവിടെ സ്റ്റക്കായിക്കണേ, എടാ കയറാ ഗൈസ്. ഓ ഗൈസ്, കയറി. ഓക്കെ, നമ്മളും കൂടി കയറണം എന്നാണ് എനിക്ക് തോന്നണേ, എന്നാലാണ് ഇവന്മാർ കയറുള്ളൂ ഗൈസ്. ഓക്കെ, നമ്മളും കൂടി കയറിയിട്ടുണ്ട്. ഓ ഗൈസ്, ദേ വരുന്ന ആ കുട്ടി. ഓ ഗൈസ്, നമ്മളിവിടെ അങ്ങനെ ഫൈനലി എസ്കേപ്പ് ആവുകയാണ്. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. ഓ ഗൈസ്, നമ്മളിവിടുന്ന് അങ്ങനെ എസ്കേപ്പായി ഗൈസ്. ദേ ഗൈസ്, നമ്മുടെ എവിളിനണ്ണമ്മച്ചി ഗൈസ്, നമ്മുടെ എവിളിനണ്ണമ്മച്ചി അവിടെ ഒന്ന് നോക്കിക്കാണ്. ഓ ഗൈസ്, നമ്മൾ ഗൈസ് എന്താ പറയുക, ഒരു ഇമോഷണലായിട്ടുള്ളൊരു പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം ഗൈസ്. ഗൈസ് ഇത് നമ്മുടെ റൂമല്ലേ, നമ്മുടെ മിനി ഗെയിം റൂമല്ലേ ഗൈസ്. ഇതെന്താണ് ഗൈസ്, അമ്മച്ചി അവിടെ പോയിട്ട് എന്താ ഇത് കാണിക്കുന്നത് ഗൈസ്. ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു എസ്കേപ്പ് ആയിരുന്നു. ഓ ഗൈസ്, നമ്മുടെ പേരെല്ലാം മാഞ്ഞു പോയി ഗൈസ്. നമ്മുടെ പേരൊക്കെ മാഞ്ഞു പോയി. ഇതേ കണ്ടോ, നമ്മുടെ പേരെല്ലാം മാഞ്ഞു പോയി ഗൈസ്. ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു എസ്കേപ്പ് ആയിരുന്നു ഗൈസ്. ഈ മ്യൂസിക്കൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഗൈസ്. നമ്മൾ എംബോസിഷൻ എഴുതിയതെല്ലാം മാഞ്ഞു പോയിട്ടുണ്ട്. ഓ ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി ബലൂൺ എസ്കേപ്പും കൂടി നമ്മൾ കംപ്ലീറ്റ് ആക്കിയേക്കാണ് ഗൈസ്. ഓക്കെ, ഫൈനലി നമ്മൾ കംപ്ലീറ്റ് ആക്കി ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും ഗെയിമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, ബൈ ഗൈസ്, ബൈ.